إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നംൽ 68-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ആ മക്കത്തെ മുശ്രിക്കീങ്ങളെ കുറിച്ച് തന്നെയാണ് അവരുടെ വാദങ്ങൾ നോക്കൂ നിങ്ങൾ. ലഖദ് ഉഅ്ദിന, ഞങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഹാദാ ഇത് എന്ന് പറഞ്ഞാൽ ഈ സത്യവിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അങ്ങനെ ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പരലോകമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ വിജയമുണ്ട്, അവിടെ പരാജിതർക്ക് നരകമുണ്ടെന്നുള്ള ആ ഒരു കാര്യം ഞങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അവർ സമ്മതിക്കുകയാണ്. നഹ്നു, ഞങ്ങൾ, ഞങ്ങളുടെ പിതാക്കളോടും ഇത് വാഗ്ദാനം ചെയ്ത് തന്നെയാണ് എന്നവർ സമ്മതിക്കുകയാണ്. നിങ്ങൾക്കവിടെ നോക്കൂ, മുമ്പ് തന്നെ ഞങ്ങളോട് ഇത് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. റസൂലുമാരിൽ കൂടി മുൻ സമുദായങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൂടി ഈ മക്കക്കാർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം തന്നെയാണ്. അതിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും ഒരേ നിയമസംഹിതകൾ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ചില ശരിയ കർമ്മങ്ങളിൽ മാത്രമേ അത് വ്യത്യാസപ്പെടുന്നുള്ളൂ. അതല്ലാത്ത വിശ്വാസ കാര്യങ്ങൾ എല്ലാ കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ്. അതാണ് ആ അവിശ്വാസികൾ പറയുന്നത്. ഞങ്ങളോടും ഞങ്ങളുടെ പിതാക്കളോടും മുമ്പ് തന്നെ ഇത് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യമാണെന്ന് അവർ സമ്മതിക്കുകയാണ്. ആ സത്യവിശ്വാസത്തെ സമ്മതിക്കുകയാണ്. പക്ഷെ അതൊരിക്കലും അത് ഉൾക്കൊള്ളുന്നില്ല. നിശ്ചയമായും ഇത് ഇല്ല അസാതീറുൽ അവ്വലീൻ, ഇത് പുരാണങ്ങളാണ്, പുരാണ ഇതിഹാസങ്ങളാണ്, പൂർവികരുടെ കെട്ടുകഥകളാണ്, പുരാണ ഇതിഹാസങ്ങളാണ് ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നിരാകരിച്ച് തള്ളുകയാണ്. നിങ്ങൾ ഈ രൂപത്തിൽ അതൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല. ഈ രൂപത്തിലുള്ള സത്യനിഷേധമായിരുന്നു അവരിൽ ഉണ്ടായിരുന്നതിന്റെ ഉദാഹരണമാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് വിശദീകരിച്ചിരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.